വീട്ടി രക്ഷപ്പെടാനുള്ള 2 ടെക്നിക്ക് നോക്കിയാലോ? കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങോട്ട് ജീവിക്കാൻ മറക്കാണെന്ന പരാതി ഏറെയാണ് കേൾക്കുന്നത്. 2 മെത്തേഡ്, അതിലൊന്ന് സ്നോബോൾ മെത്തേഡും രണ്ടാമത്തേത് അവലാഞ്ചി മെത്തേഡുമാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ EMI അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് അടയ്ക്കുന്ന ആ കടങ്ങളെ കുറിച്ചൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ചെറിയ ചെറിയ എമൗണ്ട് എല്ലാത്തിലും കൊടുക്കുക. കുറച്ച് കൂടുതൽ നിൽക്കുന്ന കാശ് എടുത്തുകൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ കടം നമ്മൾ വീട്ടും. ആ സമയത്ത് നമ്മൾ എന്താണ് ഒരു കടം വീട്ടി എന്നുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടാൻ തുടങ്ങും. ആ രീതിയിൽ നമുക്ക് സൈക്കോളജിക്കലി കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ മാറും. കൺസിസ്റ്റൻസി നമുക്ക് വരും ഡെപ്റ്റ് പേ ഓഫ് ചെയ്യുന്നതിലൊക്കെ ആയിട്ട്. രണ്ടാമത്തെ അവലാഞ്ചി മെത്തേഡ് വലിയ വലിയ കടങ്ങൾ വീട്ടിക്കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കടങ്ങൾ പിന്നീട് വീട്ടാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നതാണ്. അതിൽ നമുക്ക് വലിയ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. സോ ആദ്യത്തേത് സൈക്കോളജിക്കലി നമുക്ക് കുറച്ചൊന്ന് മോട്ടിവേറ്റഡ് ആകണം എന്ന് തോന്നുന്നവർക്കുള്ള ഒരു മെത്തേഡാണ് സ്നോബോൾ. അവലാഞ്ചി മെത്തേഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി നമുക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യണം, ഇൻട്രസ്റ്റ് അധികം കൊടുക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ പരാതി പറയുന്നവർക്കാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ 2 മെത്തേഡും എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഞാൻ സബ്സ്ക്രിപ്ഷൻ ഏരിയയിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ട്രെയിനിങ് മോഡ്യൂളൊക്കെ വരുന്നത് സബ്സ്ക്രിപ്ഷൻ ഏരിയയിലാണ് കേട്ടോ.